എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണോ? കസ്തൂരി മഞ്ഞൾ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഈ മഞ്ഞ കൂവയും ഒറിജിനൽ കസ്തൂരി മഞ്ഞളും നമ്മുടെ ഈ സാദാ മഞ്ഞളും എല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാലോ? ഇത് കസ്തൂരി മഞ്ഞളല്ല, ഇത് മഞ്ഞ കൂവയാണ്. കണ്ടില്ലേ, ഇതിന്റെ നടുക്ക് ഒരു വയലറ്റ് ഷെയ്ഡ്, ഈ ഇതുപോലെ വയലറ്റ് കളറിലെ ലൈനുള്ള ഇത് മഞ്ഞ കൂവയാണ്. ഇത് കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് ആരും ഉപയോഗിക്കരുതേ. ഇത് കണ്ടില്ലേ, ഈ മഞ്ഞ കൂവ നമ്മൾ പിഴുതു നോക്കുമ്പോൾ ഇതിന്റെ ചൂടുവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പം നട്ടിട്ട് അധികം ആയിട്ടില്ല, നല്ലപോലെ വിളഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ സാദാ മഞ്ഞളാണ്. കണ്ടില്ലേ ഇതിന്റെ കളറ്? ഇത് നമ്മുടെ സാദാ മഞ്ഞളാണ്. ഇതിന്റെ ലീഫ് കണ്ടാൽ അറിയാലോ, ഇതുപോലെ ഇരിക്കും. ഇതിന്റെ കളർ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതിന്റെ ഇല കണ്ടില്ലേ, നല്ല പോലെ ഒരുപോലെ നല്ല ഒറ്റ കളറാണ് ഇതിൻ്റെത്. ഇത് കണ്ടില്ലേ ഇതിന്റെ മറുവശം? ഇതുപോലെ നമുക്ക് കസ്തൂരി മഞ്ഞളിന്റെ ലീഫ് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ മഞ്ഞ കൂവയാണ്. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ വിളഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ധാരാളമായിട്ട് ചെറിയ ചെറിയ കിഴങ്ങുകൾ ഈ ഇതിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഇത് നല്ലപോലെ, ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം, നല്ല മഞ്ഞ കളറായിരിക്കും നല്ലപോലെ വിളഞ്ഞു കഴിയുമ്പോൾ. കണ്ടില്ലേ, ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളല്ല, ഇതാണ് മഞ്ഞക്കൂവ. ഇപ്പോൾ മഞ്ഞക്കൂവ കണ്ടാൽ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഇതിന്റെ ലീഫിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലീഫിലെ ഈ വയലറ്റ് ഷെയ്ഡും, അതുപോലെ തന്നെ ഇതിന്റെ ചുവട്ടില് ഇതുപോലുള്ള വള്ളി, ഇതിന്റെ ഈ നാരില് ചെറിയ ചെറിയ കിഴങ്ങുകൾ ഇത് വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കിഴങ്ങുകളായിട്ടും വരും. ഇതിന്റെ കളറ് ഇതുപോലെ മഞ്ഞ കളറിലും ആയിരിക്കും. ഇത് നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന നമ്മുടെ സാധാ മഞ്ഞൾ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതിന്റെ ലീഫ് കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട് ഇതിന്. ഇതിന്റെ ലീഫിന് മറ്റ് കളറുകളൊന്നുമില്ല, എല്ലായിടവും ഒരുപോലെ ഇരിക്കും ഇതിന്റെ കളർ ലീഫ്. കണ്ടില്ലേ? ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല ക്രീം കളറാണ് ഇതിൻ്റെത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. നമ്മൾ പലയിടത്തും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മഞ്ഞക്കൂവ നമ്മൾ മേടിച്ചിട്ട് അത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയും. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ കളറ് ഈ ക്രീം കളർ തന്നെയാണ്. അപ്പോൾ ഇനി ആർക്കും ഇത് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ മഞ്ഞക്കൂവ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കിത് മുഖത്തിടുമ്പോൾ ഇതിനകത്ത് ചെറിയ നീറ്റൽ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെറിയ തണുപ്പാണ് നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്നത്. അങ്ങനെ നമുക്കിതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മണപ്പിച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല കസ്തൂരിയുടെ മണമാണ്. അങ്ങനെ നമുക്കിത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ കസ്തൂരി മഞ്ഞൾ ഏതാണെന്നുള്ളത് മനസ്സിലായോ? തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒരു മൂടെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും എല്ലാം ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഞ്ഞ കൂവ പോലുള്ള സാധനങ്ങൾ കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് മേടിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. എല്ലാവരും ഇതൊന്ന് നട്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.